ശ്രമിച്ചുകൊണ്ട് ഇതാ 3 മാർക്കിന് ഒരു ചോദ്യം നോക്കിക്കോളാം. ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത്? ഇതാ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. A B നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം തന്നെ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടന്നു കഴിയുമ്പോൾ എന്താ ഫോം ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസിനെ പെട്ടെന്ന് തന്നെ നമ്മൾ എന്താക്കി മാറ്റുന്നു? സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് സൂക്രൂസ് ആയിട്ട് അതിന് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കും എന്തുകൊണ്ടാണ് ഈ പറയുന്ന AB ആയി മാറുന്നത്. എന്താണ് അതിന്റെ റീസൺ? ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ലയിച്ചു പോകുന്നു, സൊല്യൂബിൾ ആണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ലയിക്കാത്ത ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർച്ച് ആക്കി ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഗ്ലൂക്കോസ് ഇസ് ഈസിലി സോല്യൂബിൾ ഇൻ വാട്ടർ. സി ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഫോട്ടോസിന്തസിസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ശരിയല്ലേ? കാരണം പ്രകാശസംശ്ലേഷണം നടന്നാൽ മാത്രമേ പലതരത്തിലുള്ള വൈറ്റമിൻസും അതുപോലെ പ്രോട്ടീനും ഫാറ്റൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഈ ന്യൂട്രിയൻസ് ഒക്കെ നമ്മളിൽ ജീവജാലങ്ങൾക്ക് എല്ലാ ലൈഫും നിലനിൽക്കാൻ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് എന്ത് ചെയ്യുന്നു? ഡയറക്ട്ലി നമ്മുടെ അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആയിട്ട് എന്ത് ചെയ്യുന്നു? എല്ലാ ലിവിങ് ഓർഗാൻസിനും എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലൈഫ് സസ്റ്റെയിൻ ആയി പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള നിങ്ങളുടെ കോൺഷ്യസ് ലെവലും ആപ്ലിക്കേഷൻ ലെവലും അറിയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് കോൺസെപ്റ്റ് നന്നായിട്ട് വൃത്തി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.